ബി എ ബോത്ത് ഓർ ആൻഡ് ലീഡർ. എന്താണ് ഈ തലക്കെട്ടോട് ഉദ്ദേശിക്കുന്നുള്ളത്? വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉയരുമ്പോൾ മിക്ക ആളുകളുടെയും മനസ്സിലുള്ള വലിയൊരു സംശയം ഇതാണ്: എങ്ങനത്തെ ഒരു നേതാവായിരിക്കണം? കാരണം മിക്ക ആളുകളെ സംബന്ധിച്ച് രണ്ട് രീതിയിലുള്ള സ്വഭാവങ്ങളാണുള്ളത്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അല്ലെ വിപരീതമായിട്ടുള്ള രണ്ട് രീതികൾ. ഒന്നുകിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലീഡർ ആയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു എമ്പത്തിയൊക്കെയുള്ള കരുണയൊക്കെയുള്ള ഒരു നേതാവാകണം. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാകുന്നത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് അധികകാലം നമുക്കൊരു നേതാവ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായകരമാവില്ല. അതിന് പകരമായിട്ട് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു അവസരം, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഏത് രീതിയിലുള്ള നേതാവാകണം, അല്ലെങ്കിൽ ഇത് രണ്ടിലുള്ള ഏത് ഗുണമായിരിക്കും നമുക്ക് ആ സമയം പ്രദർശിപ്പിക്കേണ്ടത്, ആ രീതിയിൽ നമ്മൾ ഫ്ലെക്സിബിളായി നമ്മുടെ സ്വഭാവം ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താണ് വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വശങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പം അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരേ രീതിയിലുള്ള സ്വഭാവമുള്ള നേതാവല്ല. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം അനുസരിച്ച് നമ്മുടെ ആ ഒരു രീതി, നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് ഒരു നേതാവിൻ്റെ വലിയ ഒരു